അതുകൊണ്ട് സമരം സന്ദേശമാകുന്നു എന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ വർത്തമാനം പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയണം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എന്നതുപോലെ 70-80കളിലെ യുവത്വത്തിന്റെ വിക്ഷുബ്ധമായ വിക്ഷോഭ കാലഘട്ടത്തിൽ എന്നതുപോലെ ഇപ്പോഴും നമുക്ക് സമരങ്ങളെ ചെങ്ങറ നൽകുന്ന സന്ദേശം അതിനിടയിൽ വിട്ടുപോയ ഒരു സമരത്തിന്റെ ഞാൻ ഇതിന്റെ സമരമുഖത്തുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതിരപ്പള്ളി സമരം അത് നമ്മൾ പലരും ഇവിടെ വിട്ടുപോയി. അതിരപ്പള്ളി സമരവും ഇതുപോലെയുള്ള ഒരു സന്ദേശം നൽകുന്നു. അതുകൂടി ചുരുക്കി പറയാം. അതിരപ്പള്ളിയിൽ വൈദ്യുതി എല്ലാവരും ചോദിക്കുന്നത് വൈദ്യുതി വേണ്ട എന്നാണ്. പക്ഷെ ഭക്ഷണം കണ്ടെത്തുന്നതിന് മുൻപല്ല വൈദ്യുതി കണ്ടെത്തിയത്. വൈദ്യുതി കണ്ടെത്തിയത് ഭക്ഷണം കണ്ടെത്തിയതിന് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു പുഴയെ തടഞ്ഞു നിർത്തി അവിടെ ഇപ്പോൾ വൈദ്യുതി അല്ല വേണ്ടത് ഭക്ഷണം എന്നുകൊണ്ട് ആ പുഴ തടഞ്ഞു നിർത്തിയാൽ, ചാലക്കുടി പുഴ തടഞ്ഞു നിർത്തിയാൽ 22 ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളവും കൃഷിയും ഇല്ലാതാകും. ഇന്നലെ ആ വൈരുദ്ധ്യവും മെലിഞ്ഞാണ് ഞങ്ങൾ അവിടെ കണ്ടു. കഴിഞ്ഞ 5 വർഷം മുൻപ് വരെ ഞങ്ങളോടൊപ്പം സമരം ചെയ്തിരുന്ന ഭരണകക്ഷിയെ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അവിടെ സമരം ചെയ്തു. പല സമരമുഖത്തും ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ്. പല സമരമുഖത്തും ഇവർ കയറിയിരിക്കുന്നു. പ്രാച്യമുള്ള സമരം ഇവിടെ പലരും പരാമർശിച്ചു. ഒരു എളിയവൻ എന്ന രൂപത്തിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 2001 ഡിസംബർ 10 പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ ഞാനൊരു മ്യൂസിക്കൽ താരവാഹ്യ നിലയിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് പ്ലാച്ചിമടയിൽ ഒരു നിരന്തര സമരത്തിന് തിരികൊടുക്കുന്നത്. പക്ഷെ ഞാൻ ആ സമരമുഖത്ത് പിന്നെ സജീവമായില്ല. കാരണം എന്റെ ആശയം മറ്റൊന്നായിരുന്നു. കൊക്കോ കോളയ്ക്കെതിരെയല്ല സമരം നടക്കേണ്ടത്. കൊക്കോ കോളയെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചവർക്കെതിരെയാണ് സമരം നടത്തേണ്ടത് എന്ന എന്റെ ആശയം. അത് പൂർണ്ണമായി സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ സമരത്തെ എതിർത്തില്ല. ഞാൻ അതോടൊപ്പം നിന്നു. സമരം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും ആ നിലപാടിൽ നിൽക്കുന്നു. പക്ഷെ ആ കൊക്കക്കോളയെ വിളിച്ചു കൊണ്ടുവരുന്നവര് കൊണ്ടുവന്ന് സ്ഥാപിച്ചവര് പിന്നീട് കൊക്കക്കോള സമരമുഖത്ത് നിരന്നിരുന്ന് പ്രസംഗിച്ചു. നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ ഒരു മടിയും തോന്നിയില്ല എന്നുള്ളതാണ്. അതിനു മുൻപ് 1999 കൊക്കക്കോളയുടെ മുൻപിൽ പ്രസംഗിച്ചപ്പോൾ കല്ലേറ് കിട്ടിയവനെ ഞാൻ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം തൊഴിലില്ലാതാക്കാൻ വന്ന വികസന വിരുദ്ധരാണ് നമ്മളെന്ന് പറഞ്ഞ് നമ്മളെ കല്ലെറിഞ്ഞതാണ്. അവിടെ കല്ലേറ് കിട്ടിയ ആ കല്ലെറിഞ്ഞവരും കല്ലേറ് കിട്ടിയവരും പിന്നെ സമരമുഖത്തിരുന്ന് ഒന്നിച്ച് സമരം ചെയ്യുമ്പോൾ ആ സമരം സന്ദേശമാകുന്നില്ല, ആ സമരം പ്രഹസനമാകുന്നു. അതുകൊണ്ട് സമരങ്ങൾ പ്രഹസനമാകാതിരിക്കാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സഹായിക്കട്ടെ എന്നും അതിന് വീക്ഷണം നെഞ്ചിലെത്താൻ കഴിയുന്ന യുവത്വത്തെ സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായ നിങ്ങൾക്ക് ഞാൻ എന്റെ എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ വേദിയിലെ അതിഥികൾ, പ്രിയ സഹോദരന്മാർ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള അവകാശ സമരങ്ങൾ അതിന്റെ യഥാർത്ഥ വക്താക്കൾ തന്നെ അർഹർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് നമ്മുടെ ദേശീയ സംസ്ഥാന സാഹചര്യങ്ങൾ കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മുമ്പൊരു പക്ഷേ ഇത്തരമൊരു ഭൂസെമിനാർ ഇത്തരമൊരു വിഷയത്തിൽ ഒരു സമ്മേളനം നടക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പകരം ഇവരുടെ പിനാമികളായി രംഗപ്രവേശം ചെയ്യുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ ഇവിടെ സംസാരിക്കുക. ആ പിനാമികളാണ് ഇത്രകാലം ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എന്ന പേരിൽ അടിയാർ വിഭാഗത്തിന്റെ പിന്നാക്ക വിഭാഗത്തിന്റെ അവകാശത്തിന് വേണ്ടി എന്ന പേരിൽ സമരങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക, മുഖ്യധാരയിൽ പ്രവേശിക്കുക, നിങ്ങൾ നിങ്ങളായി മാത്രം സംഘടിച്ചതുകൊണ്ട് എന്ത് കാര്യം എന്ന ഒരു ചോദ്യമാണ് ഏത് കാലത്തും സ്വന്തം നിൽക്കുന്ന തറയുടെ ചൂടറിഞ്ഞുകൊണ്ട് സ്വന്തം പ്രശ്നങ്ങളുടെ ഗൗരവം നേരിട്ട് അറിഞ്ഞ് സ്വന്തം അനുഭവത്തിൽ നിന്ന് സമരങ്ങൾ കരുപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഏത് വിഭാഗത്തോടും നമ്മുടെ നാട്ടിലെ മുഖ്യധാര പാർട്ടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഭാഗ്യവശാൽ കൃത്യമായിട്ട് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ സമരവീര്യം ഉൾക്കൊണ്ടുകൊണ്ട്
അവകാശ സംരക്ഷണത്തിന് വേണ്ടി അതിന്റെ അർഹത തന്നെ രംഗത്തിറങ്ങിയ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചങ്ങലയുടെ ശബ്ദം ഈ വേദിയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ആറളത്തിന്റെ നൊമ്പരങ്ങൾ ഈ വേദിയിൽ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. മൂരിയാട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ ഈ വിഷയം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. സലീംകുമാർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ച വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ്. ദരിദ്രർ എന്ന് പറയുമ്പോൾ, പാവപ്പെട്ടവർക്ക് ഭൂമി എന്ന് പറയുമ്പോൾ, ദരിദ്രർക്ക് ഭൂമി എന്ന് പറയുമ്പോൾ ആദിവാസികളും ദരിദ്രരും അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം ആവർത്തിച്ച് നമ്മെ ബോധവൽക്കരിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിഭാഗം മനുഷ്യരാണ് എന്ന ഒരു ധാരണ പോലും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാവലാളുകളാണ്. അത് ചമഞ്ഞുകൊണ്ട് അതിന്റെ ചില രൂപകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ ഭരണ സംവിധാനം പോലെയുള്ള, കോടതി പോലെയുള്ള, നിയമസഭ പോലെയുള്ള, മന്ത്രിസ്ഥാനം പോലെയുള്ള അതിന്റെ ചില ഘടനാപരമായ സംവിധാനങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ആളുകൾ ഇത്തരം ഒരു വീക്ഷണമാണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ അണിനിരത്തിക്കൊണ്ടുള്ള, ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരം കൊണ്ട് കാര്യമില്ല എന്ന യഥാർത്ഥ തിരിച്ചറിവിൽ നിന്ന്, ആ കൊള്ളുന്ന ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഇന്ന് കേരളത്തിൽ ഇത്തരം അവകാശ സമരങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു പക്ഷേ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലായി CNN IBN ചാനലിനെ അനുവദിച്ച അഭിമുഖത്തിൽ അരുന്ധതി റോയ് പറഞ്ഞ പോലെ മധ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മളൊക്കെ തന്നെ അടങ്ങുന്നതാണ്. വിഷക്കായ തിന്ന് ഒരു കുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പട്ടിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് എക്സാജറേഷൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസേന ഒരു 2-3 കോളുകളെങ്കിലും ഓഫീസുകളിലേക്ക് ലഭിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ പോലെ ന്യൂ ജനറേഷൻ ബാങ്കിൽ നിന്ന് ലോണിന് ബൈക്ക് വാങ്ങി, ലോണിന് കാർ വാങ്ങി, ലോണിന് വീട് വെച്ച്, ലോണിന് കല്യാണങ്ങൾ നടത്തി, കാരണം എല്ലാ ബാങ്കിലും കടക്കാരനാണെങ്കിലും നാട്ടുകാരൻ പോയി പത്രാസോടുകൂടി പട്ടിണിയില്ലാതെ നടക്കുന്നവനാണ് എന്നാണ് മധ്യവർഗക്കാരായ നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം. പട്ടിണിയോ നമ്മുടെ നാട്ടിലോ എന്ന് ലാഘവത്തോടും കൂടി ചോദിക്കുന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ട വലിയ പുരുഷാർത്ഥികളായ ടാറ്റയോ ബിർളയോ ഒന്നുമല്ല. നമ്മുടെ പോലെയുള്ള എന്ത് പുരുഷാർത്ഥിയുടെ ഇടത്തിലാണ് നമ്മൾ വിടുക എന്ന് എനിക്ക് അറിയില്ല. നമ്മളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ മുത്തങ്ങയിൽ സമരം ഉണ്ടായപ്പോൾ അപ്പൊ ആ സമരത്തിൽ വമ്പിച്ച കവറേജ് കൊടുത്തതിന്റെ പേരിൽ അത് ഇത്രയൊക്കെ പറയാനുണ്ടോ? നമ്മുടെ കോഴികളെയും കുലകളും, നമ്മുടെ കോഴികളും കുലകളും ഒക്കെ കട്ടുകൊണ്ടു പോകുന്ന ആൾക്കാർ ഒരു ദിവസം അവർക്ക് അടിയേറ്റിപ്പോയി അങ്ങനെയും ഉണ്ടാവുമല്ലോ ഒരു കാവ്യനീതി, അങ്ങനെയും സംഭവിച്ചുകൂടെ എന്ന് വളരെ ലാഘവത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇത്തരം ഒരു അരാഷ്ട്രീയവൽക്കരണത്തിലേക്കാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മധ്യവർഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതാണ് കേവല രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷകരായി ചമയുന്ന ആളുകളാണ് ഇന്ന് വാസ്തവത്തിൽ അതിന് എതിരെ തീർത്തും ഘടകവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഇത്തരം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 6 ലക്ഷം വരുന്ന സൈന്യത്തെ വെച്ചുകൊണ്ട് 14 ദശലക്ഷം വരുന്ന ജനങ്ങളുടെ ജനാധിപത്യം സംരക്ഷിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗുവാഹട്ടിയിൽ ചെല്ലുക, നിങ്ങൾ ഛത്തീസ്ഗഡിൽ ചെല്ലുക, നിങ്ങൾ മണിപ്പൂരിൽ പോകുക, ജമ്മുവിൽ പോകുക, അല്ലെങ്കിൽ ശ്രീനഗറിൽ ചെല്ലുക, പ്രീപെയ്ഡ് ഫോൺ വർക്ക് ചെയ്യില്ല. കർഫ്യൂവിന്റെ ദിവസം ലോക്കൽ ചാനൽ ക്ലോസ് ചെയ്യുന്നു. കർഫ്യൂവിന്റെ ദിവസം പത്രങ്ങൾ ഇറങ്ങുന്നില്ല. കർഫ്യൂ എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ കർഫ്യൂ ഒന്നുമല്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തോക്കി ചൂണ്ടിക്കാണിച്ച് അകത്ത് കയറാൻ പറയും. കയറിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത വെടിയാണ്. കാരണം ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട്, അഫ്സ്പ എന്ന പേരിൽ എന്തും ചെയ്യാം. ആരെയും പിടിച്ചു കൊണ്ടുപോകാം, ആരെയും വെടിവെച്ചുമല്ലാം, ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുകയും ചെയ്യാം. അതെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിക്കാൻ കൃത്യമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ എല്ലാം ഉണ്ട് തന്നെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോക സമ്മാനത്തിൽ വളരെ അന്തർദേശീയമായ ഒരു പുരസ്കാരം ജനസേവനത്തിനു വേണ്ടി നേടിയ വിനായകൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇന്ന് അദ്ദേഹം ജയിലിലാണ്. എന്താ പ്രശ്നം? അയാൾ ഏതെങ്കിലും രാജ്യം, നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും സ്റ്റേറ്റ് ഈ രാജ്യത്ത് പെട്ടതല്ല എന്ന വികടനവാദമൊന്നും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്ന ഭീകരവാദം പ്രത്യേകമായിട്ട് ഒരു കൂട്ടർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ BJP ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ അങ്ങനെ വിളിക്കരുത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ കമ്മ്യൂണിറ്റി അവരെ നിങ്ങൾ അങ്ങനെ പറയരുത്,
അത് വേറെ ചില കുറ്റങ്ങളാണെങ്കിൽ സമരം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നുമല്ല. ആ നാട്ടില് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഡൽഹിയിൽ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ തീയതികളിൽ ഒരു തെളിവെടുപ്പ് നടക്കുകയില്ലേ, ഒരു ജനകീയ തെളിവെടുപ്പ്. അപ്പൊ ആ തെളിവെടുപ്പിൽ ഛത്തീസ്ഗഡിൽ നിന്ന് അക്ഷരം കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത 2-3 സ്ത്രീകൾ വന്നിരിക്കുന്നു. ഒരു സ്ത്രീക്ക് വിറച്ചിട്ട് സ്റ്റേജിൽ കയറാൻ വയ്യ. അപ്പൊ നോക്കുമ്പോൾ ഫോട്ടോ പ്രകാരം കഴിഞ്ഞ 1.5 വർഷം ജയിൽ മോചിതരായിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം നടത്തി. കാരണം ജീവിക്കാൻ വകയില്ലാത്ത ആളുകൾ ഇവർ ഏതോ മുതലാളിയുടെ കാട്ടിൽ കയറി വിറക് വെട്ടിക്കൊണ്ടുവരുന്നത് കണ്ട് പിടികൂടി ഫോട്ടോ പ്രകാരം അവർ ചെയ്തു. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് അപ്പോ ഭീകരവാദം എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ആരാണോ ഭീകരത കൊടും ഭീകരത ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഭീകരന്മാർ തന്നെ ഇവർക്ക് ഇത്തരത്തിൽ സ്വന്തം പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ മുന്നിൽ സ്വന്തം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ പറ്റി ഞങ്ങളെ മനുഷ്യന്മാരായി കാണണം, നന്നെ ചുരുങ്ങിയത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ അവരെ ഭീകരമുദ്രയും തീവ്രവാദ മുദ്രയും എല്ലാം പതിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കണം. അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ സംഘടന 4-5 വർഷങ്ങൾക്ക് മുമ്പ് രംഗത്തിറങ്ങിയപ്പോൾ പല തരത്തിലുള്ള വിമർശനങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ കുറെ പഴയ വിപ്ലവകാരികളായ ആളുകൾ, നേരത്തെ ഇവിടെ പറഞ്ഞ ആത്മീയതയുടെ വഴിയിലേക്ക് പോയ ആളുകളുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർക്ക് ഇപ്പോൾ പണി അന്താരാഷ്ട്ര ഫണ്ടിംഗ് ഏജൻസികളുടെ ശമ്പളം പറ്റിക്കൊണ്ടും അവരുടെ ധനസഹായം വാങ്ങിക്കൊണ്ടും പത്തായപ്പുരകളും ഹോട്ടലുകളും അതുപോലെ തന്നെ പ്രകൃതി ഭക്ഷണശാലകളും എല്ലാം ഒരുക്കിക്കൊണ്ട് വിപ്ലവത്തിന് പുതിയ പാഠഭേദം കുറിച്ച ആളുകൾ സോളിഡാരിറ്റിയോട് പറയുന്നത് യവനം പോരാടാനുള്ളതല്ല പ്രണയിക്കാനുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നു. യവനം പ്രണയിക്കാനുള്ളതാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. പക്ഷെ സോളിഡാരിറ്റിയുടെ പ്രണയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നേരത്തെ ഈ പറഞ്ഞ സ്വന്തം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അവരുടെ മനസ്സുകളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള റൊമാൻസ്. അവിടെയാണ് യഥാർത്ഥ പ്രണയമുള്ളത് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കിക്കൊടുക്കാണ് രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ ഉണ്ടായ വിമർശനം, നിങ്ങൾ ഏതൊക്കെയോ ഇടതുകാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് തീവ്ര ഇടതുപക്ഷക്കാരുടെ മുദ്രാവാക്യങ്ങൾ അപ്പടി കടംകൊള്ളുകയാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി എന്നാൽ വിനയത്തോടുകൂടി പറയുന്നു, ഞങ്ങളുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്ന ഹമീദ് വാഹിദി അടക്കമുള്ള ആളുകൾ പ്ലാച്ചിമടയിൽ പോയി മൈലമയുമായി സംസാരിച്ചു. അവിടുത്തെ ആദിവാസികളുമായിട്ട് പിന്നീട് അവരുടെ കൂടെ താമസിച്ച് അവരുടെ എന്താണ് പ്ലാച്ചിമടയിലെ പ്രശ്നം ഈ പറയുന്ന മീഡിയയിൽ കാണുന്നതാണോ നേതാക്കന്മാർ പറയുന്നതാണോ എന്ന കാര്യം മനസ്സിലാക്കി പൂയംകുട്ടിയിലെ മല കയറി ചെന്ന് അവിടെയുള്ള ആദിവാസി മൂപ്പന്മാരുമായി സംസാരിച്ചു. അന്ന് ആദിവാസി മൂപ്പൻ സോളിഡാരിറ്റിയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന കുട്ടി മുഹമ്മദ് അലിയെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഇതുപോലത്തെ കൊച്ചിയിലെ കുറെ മാന്യന്മാരെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ആകെ കൊച്ചിയാണ്, അദ്ദേഹത്തിന് താടല്ലാത്ത സ്ഥലത്ത് അദ്ദേഹത്തിന് കൊച്ചിയാണ്. അപ്പൊ കൊച്ചിയിലെ കുറെ മാന്യന്മാർ ഇങ്ങനെ മുമ്പും കയറി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളെ ദുഷിച്ചിട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഭാഷയൊന്നുമല്ല, വേറൊരു ഭാഷയാണ്, അതിന്റെ ട്രാൻസ്ലേഷനാണ് പറയുന്നത്. ശ്രീകുമാർ വേദിയിലുണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ ദുഷിച്ചിട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ വിടുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഏതാണ്ട് ഇതേ ഭീഷണി തന്നെ മുക്കുവ സംഘടനകളുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്ന തിരുവനന്തപുരത്തെ തീരദേശ സമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെയും ചില പണികൾ വിദ്യകളൊക്കെ അറിയാം, അതുകൊണ്ട് ഞങ്ങളെ സംഘടിപ്പിച്ചിട്ട് പിൻവാങ്ങിക്കളഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഇതേ ഭീഷണി മുടക്കുകയുണ്ട്. അപ്പൊ ഇവരോടുമായെല്ലാം ബന്ധപ്പെട്ട് ഈ സമരമുഖങ്ങളിലെല്ലാം നേരിട്ട് ചെന്ന് അവിടങ്ങളിലെ ചൂരും അറിഞ്ഞുകൊണ്ട് ഇത് അറിയാൻ വേണ്ടിയുള്ള താല്പര്യം സോളിഡാരിറ്റി ഉണ്ടാകുന്നത് കൃത്യമായ അതിന്റെ നിലപാടിൽ നിന്നാണ്, അതിന്റെ വിശ്വാസപരമായ അടിത്തറയിലാണ്. ജനസേവനം ദൈവാരാധനയാണ്, ആരാധനയുടെ ഭാഗമാണ് ജനസേവനം എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. സോളിഡാരിറ്റിക്ക് രൂപം നൽകിയ ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തന്നെ അടിമച്ച് വിശ്വസിക്കുന്നു. പ്രവാചകൻ പഠിപ്പിച്ചത് മുഴുവൻ മനുഷ്യന്മാരും ദൈവത്തിന്റെ ബന്ധുക്കളാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ബന്ധുക്കളോട് ആരാണോ ഏറ്റവും നല്ല നില വർദ്ധിക്കുന്നത് അവരെയാണ് ദൈവം സഹായിക്കുക എന്നാണ്. അകരീതിയിൽ പറഞ്ഞത് തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം മാത്രമേ ദൈവസഹായം മനുഷ്യനുണ്ടാവുകയുള്ളൂ എന്ന്. ദൈവസഹായം ഇപ്പോൾ സാധാരണയായി ബസിന്റെയും വാഹനങ്ങളുടെയും ഒക്കെ മുകളിൽ എഴുതി വെക്കാനുള്ള നെറ്റിക്കുറിയായിട്ട് എഴുതി വെക്കാനുള്ള സംഗതിയാണ്.
അപ്പൊ അത് വിശ്വാസത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് ഇത് വിശ്വാസത്തിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയായതുകൊണ്ട് ഇത്തരം സമരങ്ങളിൽ സോളിഡാരിറ്റി എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണവുമായിട്ടാണ് ഈ സമരമുഖങ്ങളിൽ സോളിഡാരിറ്റി കടന്നു ചെന്നതും ആ സമരങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് സോളിഡാരിറ്റി മനസ്സിലാക്കിയതും ആ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും കേവലം സിംബോളിക് മാത്രമായിരുന്നില്ല, പ്രതീകാത്മകം മാത്രമല്ല, എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത്രയും പരമാവധി ചെയ്യാൻ കഴിയുക എന്നതാണ് സോളിഡാരിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരിക്കൽ ഒരു പിടി അരിയും ഒരു കുടം വെള്ളവുമായി സോളിഡാരിറ്റി പ്ലാച്ചിമടയിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. എല്ലാവരും വന്നുകൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു പോകുന്നു. പക്ഷേ ഈ ആദിവാസികൾ ഇത്ര ദിവസം ഇവിടെ വന്ന് സമരത്തിന് കുത്തിയിരുന്നാൽ ഇവരുടെ വീട്ടിൽ അവസ്ഥ എന്താകും എന്നതും നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് കിട്ടുന്ന സോളിഡാരിറ്റി പ്രവർത്തകർ ഈ നാട്ടിലെ ജനങ്ങളെ സമീപിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തോതിലുള്ള വിഭവം നമുക്ക് സജ്ജമാക്കാൻ കഴിയും. ഇപ്പോഴും അത് 15ഓളം ലോഡ് വാഹനങ്ങളിലെ സാധനങ്ങളുമായിട്ടാണ് സോളിഡാരിറ്റി ചെങ്കരയിലെ സമരഭൂമിയിലേക്ക് എത്തിയത്. ഞാൻ ഈ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അതായത് നമ്മുടെ സോളിഡാരിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഈ നിലപാടും സോളിഡാരിറ്റിയുടെ വ്യതിരിക്തമായിട്ടുള്ള പ്രവർത്തന ശൈലിയും നിങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സോളിഡാരിറ്റിയുടെ മൗലികമായ ഒരു ബാധ്യത, വിശ്വാസപരമായ ഒരു ബാധ്യതയായി ഇത്തരം സമരങ്ങളുടെ കൂടെ നിൽക്കുകയും എന്ന സമരങ്ങളിൽ അണിചേരുക, ഈ പോരാളികൾക്ക് വേണ്ടി അവരോടൊപ്പം അവരെ ഒരു പോരാളിയായി മാറുക, അവരുടെ പോരാട്ടത്തിന് അണിചേരുക എന്നത് സോളിഡാരിറ്റി അതിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അതിന്റെ നിലപാടായി വരുന്നതാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ സമരങ്ങളിൽ അണിചേർത്തിരിക്കുന്നത്. ഈ മാർഗത്തിൽ അതിന്റെ വിഭവശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കാലഘട്ടത്തിൽ ഇനിയുള്ള കാലത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, ഈ രാഷ്ട്രീയ എന്ന് പറയുന്നത് കോമയിട്ട് പറഞ്ഞു, അവരല്ല ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുന്നത്. ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പഴയ IMF-ന്റെ ഉദ്യോഗസ്ഥൻ. അയാളല്ല ഏതോ ഒരു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ആരാണ് പോലും അയാളെ തെരഞ്ഞെടുത്തത്? ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മീതെ നിന്നുകൊണ്ട് രാജ്യത്തിന് ആരാണ് മിത്രം, ആരാണ് ശത്രു, ആരെ നമ്മൾ ഒറ്റണം, ആരെ ഒറ്റാതിരിക്കണം, ആരെ നമ്മൾ നാട്ടിൽ നിന്ന് പടികടക്കണം, ആരെ നമ്മൾ നാട്ടിന്റെ ആൾക്കാരെ അംഗീകരിക്കണം എന്ന് നാളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഇവരൊന്നും അല്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ബാലുശ്ശേരിയിലെയും കിരാലൂരിലെയും ആറളത്തെയും മുത്തങ്ങയിലെയും അമ്പായത്തോടിലെയും ചെങ്ങറയിലെയും അതിരപ്പള്ളിയിലെയും ഇങ്ങനെ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ ഓരോ ജില്ലയിൽ നിന്നും സോളിഡാരിറ്റി അതിന്റെ പ്രഥമ വർഷം പോരാളികളുടെ സംവാദം നടത്തിയപ്പോൾ പ്രസംഗകർക്ക് സമയം കൊടുക്കാൻ തികഞ്ഞില്ല. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിപാടി 7 മണിക്ക് അവസാനിപ്പിക്കുമ്പോൾ പോലും ചില പോരാളികളുമായിട്ടെങ്കിലും നമുക്ക് മാനസികമായി ചേർച്ചയിൽ തന്നെ തിരിയാൻ കഴിഞ്ഞത്. കാരണം വേണ്ട സമയം കൊടുക്കാൻ കഴിഞ്ഞത്. അത് തെളിയിക്കുന്നത് അങ്ങോളം ഇങ്ങോളം ഒരു ദിവസം മുഴുവൻ സംസാരിച്ചാൽ തീരാത്ത അത്രയും സമരങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരങ്ങളാണ് വരും നാളുകളിൽ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ന് സോളിഡാരിറ്റി വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ സമരങ്ങളെ വിജയിപ്പിക്കുവാൻ തന്നെ അതിന് വിജയത്തിലേക്ക് നയിക്കുവാൻ സോളിഡാരിറ്റിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യണമെന്ന് സോളിഡാരിറ്റി തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ മുൻപിൻ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് യവനം പോരാടാനുള്ളതാണ് എന്ന പ്രമേയം ഈ ജില്ലാ സമ്മേളനത്തിൽ സോളിഡാരിറ്റി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമ്പുരാൻ നമ്മുടെ ശ്രമങ്ങളെ വിജയിപ്പിക്കുമെന്ന് കുറച്ച് വിശ്വാസത്തോടെ വിജയിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഇന്ന് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട കുത്തിൽ മുഹമ്മദ് അലി, പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷഫീഖ് സാഹിബ് അവർ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ഇവിടെ പ്രകാശനകർമ്മം നടന്നിരിക്കുന്ന
ഈ പുസ്തകം തന്നെയാണ്, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഹെഡിങ് തന്നെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് പറയാം. കേരള മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തെയും മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് ഒരുതരം ഭീതിയുടെ നിഴലിലാണ്. ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ഇസ്ലാം സമുദായത്തിന് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികൾക്കാണ്. അതിന് കാരണം തന്നെ സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനുമെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കുന്നതിൽ മുഖ്യധാരയിൽ നിൽക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളായതുകൊണ്ട് മാത്രമാണ്. അമേരിക്കയുടെ സാമ്രാജ്യത്വ മനോഭാവത്തെയും അധിനിവേശ പ്രക്രിയകളെയും അത് നിശ്ചിതമായി വിമർശിക്കുന്നതുകൊണ്ടും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടുമാണ് ഇസ്ലാം വിഭാഗത്തെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ഇന്ന് ഒരു ഇസ്ലാമിന്റെ പേര് ഒരാൾക്കുണ്ടായാൽ അയാൾ ഭയപ്പെടേണ്ട അവസ്ഥ പല ഇന്ത്യൻ പട്ടണങ്ങളിലും നേരിടേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് ഈ അടുത്ത സമയത്ത് ഒരു മാധ്യമമായ ഈ അടുത്ത സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്. ആയുധം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് പറയുന്നത്. ഒരു യുവാവ് ഒരു സ്ഥലത്ത് നിന്നും ചെന്നൈയിലേക്ക് പോവുകയും അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ അതിന്റെ ഒരു കടയിലേക്ക് പോവുകയും അവിടെ പോകുമ്പോൾ ഒരു കടൽ തീരത്ത് നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയാത്ത ഒരു യുവാവിനെ ആ പേരുകൊണ്ട് മാത്രം ഭീകരവാദിയായി മുദ്രകുത്തുകയും അതിന് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു കഥയും അവസാനം അയാൾ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ അയാൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ജീവച്ഛവമായി മാറുന്ന ഒരു വ്യക്തിയായി മാറുന്ന ഒരു കഥ ഒരു സാങ്കല്പികമാണെങ്കിലും അതിന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത ഒരു സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംഭവം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. ഇറങ്ങി വരുവാൻ സോൾഡാറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മഹത്തായ സംഭാവനയാണ്. അതുകൊണ്ട് തന്നെയാണ് സോൾഡാറ്റിയെ ഞാനൊരു മഹത്തായ സംഘടന എന്ന് പറയുന്നത്. കാരണം 1925 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ രൂപം കൊള്ളുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ AKGയും B കൃഷ്ണപിള്ളയും പോലെയുള്ള രമനെ പോലെയുള്ള സമാരാധ്യരായ നേതാക്കൾ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. അതിൽ ഞാനൊരു ചരിത്രത്തിൽ ഒരു പുസ്തകത്തിൽ ഇന്നി ബലറാമിന്റെ ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് AKGയെ കുറിച്ചൊരു പരാമർശമാണ്. AKG ഇങ്ങനെ കണ്ണൂരിൽ പൊതുയോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം AKG തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ കാർ മാർഗം യാത്ര ചെയ്യുമ്പോൾ ചേർത്തലയിൽ ഒരു വലിയ ഷാപ്പ് സമരം നടക്കുന്നു. ഷാപ്പ് അടച്ചുകൂടണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ത്രീകളും കുട്ടികളും കുറച്ച് വൃത്തരും അടങ്ങുന്ന ഒരു സമരം നടക്കുന്നു. ആ സമരകേന്ദ്രത്തിൽ കാർ നിർത്തുകയും അവിടെ ഇറങ്ങി അവിടെ ഉള്ളവരോട് വിവരങ്ങൾ തിരക്കി സഖാവ് AKG. സഖാവ് ഇന്നി ബലറാം എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വിവരങ്ങൾ തിരക്കിയപ്പോൾ അവിടെ പറയുന്നു, അദ്ദേഹം അവിടെ ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഈ ഷാപ്പ് മുഖാന്തരം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടുത്തെ ആളുകൾക്ക് വഴിയടക്കാൻ പറ്റുന്നില്ല, സ്ത്രീകൾക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് വഴിയടക്കാൻ പറ്റുന്നില്ല, വളരെ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ പുരുഷന്മാരുടെ പൈസ മൊത്തം ഈ ഷാപ്പിലേക്ക് പോയാണ്, വീടുകൾ പട്ടിണിയാണ്, പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. ഉടൻ തന്നെ AKG കാർ ഡ്രൈവറെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, സഖാവ് ഒരു കാര്യം ചെയ്യുക, കാറുമായി നേരെ തിരുവനന്തപുരത്തേക്ക് പോകാൻ, ഞാൻ ഇവിടെ തങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കാർ ഡ്രൈവർ ചോദിച്ചു, സഖാവെ തിരുവനന്തപുരത്ത് നാളെ ഒരു യോഗമുണ്ട്, ആ യോഗത്തിൽ ആർ സുഗതനോ എമ്മനോ പങ്കെടുക്കും, അത് അവരോട് പറഞ്ഞാൽ മതി, ഞാൻ ഈ സമരത്തിൽ നിന്ന് പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞ് AKG അവിടെ പങ്കെടുത്ത് 16 ദിവസം ആ ഷാപ്പ് സമരത്തിൽ പങ്കെടുത്ത് ഷാപ്പ് പൂട്ടിച്ച് ഷാപ്പ് അവിടെ നിന്ന് മാറ്റിയിട്ട് പോയ സഖാവിന്റെ പ്രസ്ഥാനമായിരുന്നു അത്. വിശിഷ്ടാതികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കേരളത്തിന്റെ ചരിത്രം എഴുതുന്നവർക്ക് ഒരു കാരണവശാലും കുറിച്ചിടാതിരിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ് ചെങ്ങറ സമരം. ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ 14 മാസമായി ജീവിതത്തിന്റെ വളരെ മൗലികമായ ആവശ്യത്തിനു വേണ്ടിയുള്ള സമരവുമായി ഒരു പ്രദേശത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. അവരുന്നയിച്ച ആവശ്യം അന്യായമാണെന്ന് ഇന്നോളം ആരും പറഞ്ഞിട്ടില്ല. ഭരണാധികാരികളോ
രാഷ്ട്രീയ പാർട്ടികളോ തൊഴിലാളി സംഘടനകളോ സാംസ്കാരിക പ്രവർത്തകരോ മാധ്യമ പ്രവർത്തകരോ അവിടെ ആവശ്യം അന്യായമാണെന്ന് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനവികാരത്തെ ഉണർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഭരണകൂടമാണ് ഇപ്പോഴുള്ളത്. ആത്മഹത്യ ചെയ്ത കർഷകരുടെയും പട്ടിണി കൊണ്ട് മരിച്ചവരുടെയും അസ്ഥിപഞ്ജരങ്ങൾ കാണിച്ച് അവിടെ പ്രേതങ്ങൾ സമൂഹത്തിനു മുമ്പിൽ സമർപ്പിച്ച് അതിൽ നിന്ന് വികാരമുണർത്തിക്കൊണ്ടാണ് ഇപ്പോഴുള്ള ഭരണകൂടം അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്ന ശേഷം വലിയ ബഹളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 10,000-കണക്കിന് ഏക്കർ ഭൂമി, സർക്കാരിന്റെ ഭൂമി കൈയടക്കി വെച്ച വൻ കുത്തകളിൽ നിന്ന് അവ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ചില വസ്തുതകൾ ഇവിടെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതിലൊന്ന്, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ 10,000-കണക്കിന് ഏക്കർ ഭൂമി ഉണ്ട്. സർക്കാരിന്റെ 10,000-കണക്കിന് ഏക്കർ ഭൂമി വലിയ കുത്തകൾ ഇവിടെ കൈയടക്കി വെച്ചിട്ടുണ്ട്. ഈ കാര്യം കേരളീയരോടും പറഞ്ഞത് മറ്റാരെക്കാളുമേറെ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന കഴിഞ്ഞ ഭരണകാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ തന്നെയാണ്. സർക്കാരിന് വശമുള്ള ഭൂമിയെക്കുറിച്ചും സർക്കാരിന്റെ നിന്ന് തട്ടിയെടുത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, ദശാബ്ദങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വൻ കുത്തകളുടെ കൈകളിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ട ആവശ്യത്തെക്കുറിച്ചും പറഞ്ഞത് അദ്ദേഹമാണ്. ആ ഭൂമിയിൽ പലപ്പോഴും കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുവഴി ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ചെങ്ങറയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവുകയില്ല. ഹാരിസന്റെ കൈവശമുള്ള ഭൂമി, ആ ഭൂമിയിൽ കഴിഞ്ഞ 48 വർഷം പ്രായമുള്ള റബ്ബറുകളാണ്. ആ റബ്ബർ അവിടെ നമുക്കറിയാമല്ലോ, 48 വർഷം കഴിഞ്ഞ റബ്ബർ ആരും പലരും എടുക്കാറില്ല. അവിടെ കൃഷി ചെയ്തിട്ടില്ല. ആ തോട്ടം ശൂന്യമായി കിടക്കുകയാണ്, തരിശായി കിടക്കുകയാണ്, മറ്റൊരു ഭാഷയിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ആ ഇടം കൃഷിക്ക് വേണം, അത് ആ ഇടം തന്നെ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല. അവർക്ക് ഈ കേരളത്തിന്റെ പ്രദേശത്ത് കൃഷിക്ക് ഭൂമി വേണം, ജീവിക്കാൻ ഇടം വേണം. ഇതാണ് അവർ ഉന്നയിച്ച ആവശ്യം. ആ ഉന്നയിച്ച മുഴുവൻ ആളുകളുടെയും ന്യായാന്യായകളുടെ പ്രശ്നം അതിനേക്കാളേറെ അവർ ഉയർത്തിയ മൗലികമായ വിഷയം. ആ വിഷയത്തിന് നേരെ കടക്കുവാൻ ജീവകാരുണ്യമുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ ഭരണകൂടം കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നേരെയാണ്. എന്ന് മാത്രമല്ല, രക്തച്ചൊരിച്ചിലില്ലാതെ മാത്രമേ അവരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാവൂ എന്ന് നമ്മുടെ രാജ്യത്തിന്റെ നിയമ കോടതി പറയുകയുണ്ട്. അതേസമയം അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉപരോധത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഏവർക്കും അറിയാം. പട്ടിണി ചെയ്യാൻ രോഗികളായ ആളുകൾക്ക്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്. ആ രോഗികളായ ആളുകൾക്ക് ചികിത്സിക്കുവാൻ വേണ്ടി അനുവാദം നൽകപ്പെടുന്നില്ല. ഡോക്ടർമാർക്ക് പ്രവേശനമില്ല. മരുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുന്നില്ല. ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് പോകുന്നവരെ അടിച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. ജയിലിൽ കിടക്കുന്ന കൊലയാളികളായ ആളുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കാറുണ്ട്. കൊലയാളികളായ ആൾ കൊലക്കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴും പോലും അന്നം നൽകാറുണ്ട്. അന്നം നിഷേധിക്കുന്ന ഏതെങ്കിലും ക്രൂരന്മാരായ ആളുകൾ ചരിത്രത്തിലുണ്ടാവാറുണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ ഒരു സമൂഹത്തിന് ആയിരക്കണക്കിന് ആളുകളുടെ അന്നം നിഷേധിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, തടവുള്ളികളായ ആളുകൾക്ക് അന്നം നൽകിയാൽ മാത്രമല്ല അവർ രോഗികളായ ആളുകൾ ചികിത്സിക്കാറുണ്ട്. പക്ഷേ ഇവിടെ രോഗികളെ ചികിത്സിക്കാൻ അനുവദിക്കുന്നില്ല. ചികിത്സിപ്പിക്കുക എന്ന ചുമതല യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെതാണ്. ഭരണകൂടം ചെയ്യുന്നില്ലേ മാത്രമല്ല, അതിനുവേണ്ടി സന്നദ്ധരാകുന്ന ആളുകളെ അതിന് അനുവദിക്കുകകൂടി ചെയ്യുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ തൊഴിലാളി കൂട്ടായ്മയുടെ ചരിത്രം നാളെ രേഖപ്പെടുത്തപ്പെടുമ്പോൾ അതിൽ മനുഷ്യവിരുദ്ധമായ, ജനവിരുദ്ധമായ, മൂല്യവിരുദ്ധമായ, ധർമ്മവിരുദ്ധമായ അക്രമികളുടെ സംഘവും അക്രമികളുടെ കൂട്ടായ്മയും ഏത് എന്നതിന് ഇപ്പോഴത്തെ ചെങ്ങറയിലെ ഉപരോധക്കാരുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടാതിരിക്കയില്ല എന്നതാണ് വസ്തുത. ഏറ്റവും വലിയ സമര ചരിത്രം ചെങ്ങറയിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ മനുഷ്യവിരുദ്ധ കൂട്ടായ്മയായി തൊഴിലാളികളുടെ പേരിൽ ഉള്ള ഏത് തൊഴിലാളികളാണ്? 58 കൊല്ലം കഴിഞ്ഞ് റബ്ബറോട്ടുന്ന തൊഴിലാളികളാണത്. ഒരു ഭരണകൂടം സാധാരണഗതിയിൽ അഥവാ അവരുടെ സമരം അന്യായമാണെങ്കിൽ ആരാണ് അവർ സമരത്തെ നേരിടേണ്ടത്? ആരാണ് അവരെ ഒഴിപ്പിക്കേണ്ടത്? ഒരു രാജ്യത്തിന്റെ ഭരണകൂടമല്ലേ.
പോലീസുകാരല്ല, നിയമപാലകരല്ല. നിയമപാലകർക്ക് പകരം അവിടുത്തെ തൊഴിലാളികൾ നിയമപാലകരുടെ അപ്പുറമുള്ള ചുമതല ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും പറയുന്നു ഇവിടെ ഭരണകൂടമുണ്ട്. ഇതിന് പേര് ഭരണകൂടമാണ്. ഭരണകൂടം നോക്കുകുത്തി അല്ലെങ്കിൽ ഒരു കുറ്റി മാത്രമല്ല, ഭരണകൂടത്തിന്റെ സഹായ സഹകരണത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഇത് ക്രൂരതയാണ്, അക്രമം. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാറ്റിനും ഇടപെടുന്ന ചില സാംസ്കാരിക നായകന്മാരുണ്ട്. സാംസ്കാരിക നായകന്മാരെന്നോ നായന്മാരെന്നോ പറയേണ്ടത് തന്നെ വളരെ പ്രശ്നമാണ്. കാരണം ചില പ്രശ്നങ്ങളിൽ അവർ കാണുകയില്ല. അവർ കാണുന്ന പ്രശ്നങ്ങൾ എപ്പോഴും അവരുടേതായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്തുകൊണ്ട് ഇവിടെ പട്ടിണി കൊണ്ട് വലയുന്ന, പട്ടിണി കൊണ്ട് മരിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ക്രൂരമായി ഉപരോധിക്കപ്പെടുന്ന ഈ നിസ്സഹായരായ മനുഷ്യരുടെ, വേദന കടിച്ചിറക്കുന്ന മനുഷ്യരുടെ, ഇഴഞ്ഞു നീങ്ങാൻ കഴിയാത്ത മനുഷ്യരുടെ ജീവിതത്തിന്റെ വളരെ പ്രാഥമികമായ ആവശ്യമായ വെള്ളവും ചായയും, കട്ടൻ ചായ കേൾക്കുന്ന പോലും ഇപ്പോൾ പലർക്കും അലർജിയാണ്. കട്ടൻ ചായ പരിപ്പൊടിയൊക്കെ കേട്ടാൽ ചിലർക്ക് തലവേദന. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ കുടിച്ച് ജീവിക്കുന്നവരുടെ പേരിൽ അധികാരത്തിൽ വന്നവർക്ക് കട്ടൻ ചായ കേട്ടാൽ അലർജിയാണ്, പരിപ്പൊടി കേട്ടാൽ അലർജിയാണ്. അങ്ങനെയാണ് മാറിയ മാനസികാവസ്ഥ. കാരണം അവർ സംരക്ഷിക്കുന്നത് അത്രക്കാർ താല്പര്യമായതുകൊണ്ടാണ് ആ പ്രശ്നമുള്ളത്. ഇവിടെയും അതാണ്. വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ആളുകളുടെ വേദനകൾ എന്തുകൊണ്ട് കാണാൻ കഴിയില്ല? ഇതെന്തുകൊണ്ട് ഇവിടെ ചർച്ചാ വിഷയമാവുന്നില്ല? 6,000 ആളുകൾ ഇവിടെ ക്രൂരമായി ഉപരോധിക്കപ്പെട്ടിട്ട് അവിടെ മൗലികമായ ആവശ്യങ്ങളുടെ നേരെ ഇവിടെ കണ്ണടക്കുന്ന അവസ്ഥാവിഷയം ഉണ്ടാവുന്നു. അതൊരിക്കലും സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല. എവിടെയാണ് മഹത്തായ ഒരു നിയോഗം തൊഴിലാക്കി ഏറ്റെടുത്തത്? അന്നം വിശക്കുന്നവർ അന്നം നൽകുക. ആ വിശക്കുന്നവർക്ക് അന്നം നൽകുക എന്ന ഉദാരമായ നിലപാടിനെ പോലും അനുവദിക്കില്ല എന്ന് പറയുന്നത്. ആഹാരം കൊണ്ടുപോകുന്നത് തടയുക, എന്നിട്ട് തട്ടിപ്പറിച്ചെടുക്കുക, എന്നിട്ട് തിന്നുക. ഇതൊക്കെയാണ് വലിയ കൊള്ള സംഘങ്ങൾ ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഈ കൊള്ള സംഘങ്ങൾക്കാണോ കാറൽ മാർക്സ് തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇവരെ കുറിച്ചാണോ പ്രൊലറ്റാരി എന്ന് പറഞ്ഞ് ഇവരുടെ കൂട്ടായ്മയാണോ ലോകത്തെ മർദ്ദക സമൂഹത്തിൽ നിന്ന് മർദ്ദിതരെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ്? അതോ ഈ മർദ്ദകർക്ക് വേണ്ടി, വലിയ വലിയ തോട്ടം മുതലാളികൾക്ക് വേണ്ടി, വലിയ കുത്തകൾക്ക് വേണ്ടി ആദിവാസികളും ദലിതരും സാധാരണക്കാരുമായ ദരിദ്രരായ ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കാൻ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അവരുടെ മൗലികമായ ആവശ്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നതിനാണോ തൊഴിലാളികൾ എന്ന് പറയാം? യഥാർത്ഥത്തിൽ അവർ ഇവിടുത്തെ അക്രമികളായ ആളുകളെ, വലിയ കൊള്ളക്കാരായ ആളുകളുടെ ശമ്പളം പറ്റുന്ന ഈ രാജ്യത്തിന്റെ രാജ്യദ്രോഹികളായ, സാമൂഹ്യദ്രോഹികളായ, മനുഷ്യദ്രോഹികളായ ആളുകളാണ്. അവരെ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തുകയുള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ ഭരണകൂടത്തിന്റെ പിൻബലമുണ്ടാവും. പക്ഷേ ഈ ഭരണകൂടത്തിന്റെ പിൻബലമുള്ളവർ പോലും നാളെ ചരിത്രത്തിൽ ഈ കറുത്ത അധ്യായത്തിന്റെ കാവലാളികളായി മാത്രമേ അവർ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ നിശബ്ദം പാലിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക നായന്മാരും മാധ്യമ പ്രവർത്തകരും അതേ കാര്യം അറിയേണ്ടതുണ്ട്. എല്ലാറ്റിലും ഇടപെടുന്നവർ ഇവിടെ എന്തുകൊണ്ട് നിശബ്ദം പാലിക്കുന്നു എന്ന പ്രശ്നം വളരെ മൗലികപ്രധാനമാണ്. ഇപ്പോൾ തന്നെ 3-4 പേർ രോഗബാധിതരായി പട്ടിണി കിടന്ന് മരിച്ചു. ഇനി കൂട്ടമരണത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോഴും ഒരു സമൂഹം അതിനു നേരെ നിശബ്ദം പാലിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മരിക്കുന്ന ഓരോരുത്തന്റെയും പ്രേതം, ഓരോരുത്തന്റെയും ജീവൻ, ഓരോരുത്തന്റെയും ഈ രാജ്യത്ത് മരിച്ചു പോകുന്ന ഓരോരുത്തരും ഇവിടുത്തെ ഭരണാധികാരികളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും അവിടെ വയതൊരാളെ പട്ടിണി കിടന്നുകൊണ്ട് രോഗം ബാധിച്ച് മരിച്ചാൽ അതിന് ഉത്തരവാദി ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളും ഭരണകൂടവുമായിരിക്കും. ഇവിടെ വളരെയേറെ പാവപ്പെട്ടവന് വേണ്ടി പറയുന്ന സാധാരണ മുഖ്യമന്ത്രിയും അയാളുടെ കൂടെയുള്ള മന്ത്രിമാരുമായിരിക്കും. അതുപോലെ തന്നെ തൊഴിലാളി വർഗത്തിൽ സംസാരിക്കുന്നവരും ആ തൊഴിലാളികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന ഭീകര സംഘം, അവരവിടെ ഇതേക്കാളേറെ ഒരു അക്രമി സംഘം ഉണ്ടാവുന്നു. അന്നം വാങ്ങാൻ പോകുന്നവനെ തല്ലിയൊടിക്കുക, രാവിലെ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ ജീപ്പിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിടുക, എന്നിട്ട് തിരിച്ച് അവിടെ ആവശ്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു കൊണ്ടുവരിക. ഈ ക്രൂരതയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രൂരതയ്ക്ക് കാവലിരിക്കുന്ന ഒരു ഭരണകൂടം ആവശ്യമുണ്ട്. അതിന് വേണമെങ്കിൽ ഇവിടുത്തെ കൊള്ള സംഘങ്ങൾ പോരെ, ഇവിടുത്തെ തസ്കര സംഘങ്ങൾ പോരെ, ഇവിടുത്തെ അധോലോക സംഘങ്ങൾ പോരെ. അധോലോക സംഘമായി തൊഴിലാളികൾ മാറുക, അധോലോക സംഘത്തിന് കാവലിരിക്കുന്ന അവർക്ക് ഈ വൃത്തികേടുകൾക്ക് പ്രേരണ നൽകുന്ന ഒരു ഭരണകൂടമായി മാറുക. ഈ തിന്മയ്ക്കെതിരെ വളരെ മൗലികമായ ഒരു ജനതയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള അവകാശ സമരത്തെ, ഈ അവകാശ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ, മരണത്തിൽ മുക്കിക്കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന് ശ്രമിക്കുന്ന ഓരോരുത്തരെയും ഈ കേരളീയൻ വിചാരണ ചെയ്യുന്നവരുണ്ടാവുക തന്നെ ചെയ്യും. അവർ വിചാരണ ചെയ്യപ്പെടാതിരിക്കുകയില്ല എന്നവർ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യത്വമുള്ള ആളുകളും ജനാധിപത്യ ബോധമുള്ള ആളുകളും കട്ടപ്പെടുന്നവനോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന, സമർപ്പപ്പെടാൻ കഴിയുന്ന, അവന്റെ മൗലികമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്ന ഏവരും ഈ കാര്യത്തിൽ
ചങ്ങരയിലെ സമരക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക മാത്രമല്ല, അവരെ ഉപരോധിച്ചുകൊണ്ട് പട്ടിണിക്കുന്നവരോടുള്ള കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് രണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹാസംരംഭത്തിന് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് കട്ടപ്പെടുന്ന അവിടുത്തെ ഉപരോധിക്കപ്പെട്ട മുഴുവൻ സമര സേനാനികളുടെയും ധീര പോരാളികളുടെയും അവിടുത്തെ ന്യായമായ അവകാശത്തിനു വേണ്ടി സമരത്തിലേർപ്പെട്ട എല്ലാ മനുഷ്യരുടെയും മനുഷ്യസ്നേഹികളുടെയും അവിടെ കൂടെ നിൽക്കുന്നവരുടെയും വിജയത്തിന് വേണ്ടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ സമരത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ദൈവനാമത്തിൽ ഉദ്ഘാടനം അറിയിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന നവലിബറൽ മുതലാളിത്തത്തിന്, അതാണ് ആഗോളീകരണം എന്നൊക്കെ പറയുന്ന ആ മുതലാളിത്തം, ഉന്മാദാവസ്ഥയിലെത്തിയ മുതലാളിത്തത്തെയാണ് നമ്മൾ പലരും ആഗോളീകരണം എന്ന് പറയുന്നത്. ഉന്മാദാവസ്ഥയിലെത്തി ഇതിന്റെ വളരെ വിചിത്രവും എന്നാൽ അപകടകരവുമായ ഒരു വശം പലപ്പോഴും അതിന്റെ വിമർശകർ പോലും ശ്രദ്ധിക്കാത്ത ഒരു വശമാണ്. വിചിത്രമാണ്, അതേസമയം തന്നെ അത്യന്തം അപകടകരവുമാണ്. ഈ നവലിബറൽ മുതലാളിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് അതിന്റെ ശത്രുക്കളെ വളരെ സമർത്ഥമായി കോപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ശത്രുക്കളെയും ശത്രുക്കളാണെന്ന് നടിക്കുന്നവരെയും അത് വളരെ സമർത്ഥമായി കോപ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അതീശ പ്രത്യയശാസ്ത്രത്തിലേക്ക് ശത്രുക്കളെന്ന് നടിക്കുന്നവരെ, അതിന്റെ വിമർശകരെ അതീവ സമർത്ഥമായി കോപ്റ്റ് ചെയ്യാൻ, സ്വാംശീകരിക്കാൻ, ആഗിരണം ചെയ്യാൻ മുതലാളിത്തത്തിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഉന്മാദാവസ്ഥയിലെത്തിയ ആഗോളീകരണ മുതലാളിത്തത്തിന്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ അതീവ സമർത്ഥമായി ഈ നവലിബറൽ പ്രത്യയശാസ്ത്രത്തോട് കോപ്റ്റ് ചെയ്യപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അതിനെ എതിർത്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ഇപ്പോഴും നടിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടികൾ തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടികൾ, ലോകത്താകമാനമുള്ള മാർക്സിസ്റ്റ് പാർട്ടികൾ ആർക്കു വേണ്ടിയാണോ ഉദയം ചെയ്തത്? നമുക്ക് ലോകത്തുള്ള ഒരുവിധം മാർക്സിസ്റ്റ് പാർട്ടികളുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അറിയാം. അവരൊക്കെ അവരുടെ ഭൂരഹിതരായിട്ടുള്ള കർഷകരുടെയും ചെറുകിട കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താണ് ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉയർന്നു വന്നത്. പക്ഷെ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ, ഇടതുപക്ഷ മൂല്യങ്ങളുടെ മൊത്തക്കച്ചവടക്കാരാണെന്ന് പറയുന്ന, എന്നാൽ അങ്ങനെയല്ലാത്ത ഈ പാർട്ടിക്കാരൊക്കെ, ഈ മുഖ്യധാര മാർക്സിസ്റ്റ് പാർട്ടികൾ, അവർ ആരുടെ ചോരയും നീരും ആരുടെ ഇതിനു വേണ്ടിയാണോ, ആരുടെ അധ്വാനപരമായാണോ, ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണോ, ഏത് ജനവിഭാഗത്തിന്റെ പിന്തുണ നേടിയാണോ ചരിത്രത്തിൽ നിന്ന് ഉയർന്നു വന്നത്, അതേ ജനവിഭാഗങ്ങളെ തന്നെ ചവിട്ടി തൊഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. ചെങ്ങറയിലാവട്ടെ, നന്ദിഗ്രാമിലാവട്ടെ, സിംഗൂരിലാവട്ടെ, മൂലമ്പിള്ളിയിലാവട്ടെ, എവിടെയുമാവട്ടെ, ഭൂരഹിതരായ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് ഭൂമി നൽകാൻ വേണ്ടി മാർക്സിസ്റ്റ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന്റെ സൂക്ഷിപ്പുകാരെന്നറിയപ്പെടുന്ന പാർട്ടികൾ ഒന്നും ചെയ്യുന്നില്ല. അതേസമയം ലോകത്തുള്ള, ഇന്ത്യയിലുള്ള എല്ലാ മാർക്സിസ്റ്റ് പാർട്ടികളും എല്ലാ കാലത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവരാണ്. അതേസമയം ഇന്ന് ഇവരെന്താണ് ചെയ്യുന്നത്? സെസ്സിനെ ലോകത്തുള്ള ലബ്ധപ്രതിഷ്ഠരായ ഇടതുപക്ഷ ചിന്തകർ പോലും സെസ്സിനെ നിർവചിച്ചിരിക്കുന്നത് നവലിബറൽ നഗരവാദം എന്നാണ്. നവലിബറൽ ഏർബനിസം, അതാണ് സെസ്സിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേര്. അല്ലെങ്കിൽ കോർപ്പറേറ്റ് സിറ്റി സ്റ്റേറ്റ് എന്നാണ്. കോർപ്പറേറ്റ് സിറ്റി സ്റ്റേറ്റ്, കോർപ്പറേറ്റ് നഗരരാഷ്ട്രം, അല്ലെങ്കിൽ നവലിബറൽ നഗരവാദം. നഗരത്തിനുള്ളിലുള്ള മറ്റൊരു നഗരം, രാഷ്ട്രത്തിനുള്ളിലുള്ള മറ്റൊരു രാഷ്ട്രം എന്നൊക്കെയാണ് സെസ്സിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അതിൽ സാമ്പ്രദായികമായി ഇന്നാട്ടിലെ തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന യാതൊരു അവകാശങ്ങളും അനുവദനീയമല്ല. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കളും
അതുപോലെ തന്നെ സെസ്സിനെ അനുകൂലിക്കുന്ന വലതുപക്ഷ നേതാക്കളുമൊക്കെ ചൈനയിലേക്ക് നോക്കൂ എന്ന് പറയുന്നു. ചൈനയിൽ സെസ്സില്ലേ, ഇന്ത്യയിലും സെസ്സായിക്കൂടെ എന്നൊക്കെയാണ് വാദമുഖങ്ങൾ. വാസ്തവത്തിൽ ചൈനയിലെ സെസ്സിനെ പറ്റിയും ഇന്ത്യയിലെ സെസ്സിനെ പറ്റിയും സെമിനാർ എന്ന മാസിക ഒരു ഫെബ്രുവരി ലക്കത്തിലെ സെമിനാറിൽ ചൈനയിലെ സെസ്സിനെയും ഇന്ത്യയിലെ സെസ്സുകളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു പതിപ്പിറങ്ങിയിരുന്നു. ആ ലക്കം ഇറങ്ങിയിരുന്നു. അതിൽ വളരെ കൃത്യമായി പറയുന്നത് ചൈനയിലെ സെസ്സിന്റെയും ഇന്ത്യയിലെ സെസ്സിന്റെയും ഇന്ത്യയിലെ സെസ്സുകളെയും താരതമ്യം ചെയ്തു. അതിലെ അതിപ്രധാനമായ വ്യത്യാസങ്ങൾ ഈ സെമിനാർ ഇഷ്യൂ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ടത്, ചൈനയിൽ ഒരിക്കലും കൃഷിഭൂമിയിൽ സെസ് അനുവദിക്കാൻ ചൈനീസ് ഭരണകൂടം സമ്മതിക്കുന്നില്ല. ചൈനയിലെ കോസ്റ്റൽ വേസ്റ്റ് ലാൻഡ്, അതായത് തീരപ്രദേശത്തെ പാഴ്ഭൂമികളിലാണ് ചൈനയിലെ ഭൂരിഭാഗം സെസ്സുകൾ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ നഗരഹൃദയത്തിലുള്ള അല്ലെങ്കിൽ വളരെയധികം ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥലങ്ങളിൽ തന്നെ, വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഭൂമികളിൽ തന്നെ, കൃഷിഭൂമികളിൽ തന്നെ, തിങ്കൂരും നന്ദിഗ്രാമമൊക്കെ കൃഷിഭൂമികളാണ്. കൃഷിഭൂമിയിൽ തന്നെ സെസ് അനുവദിക്കാനും അത് അനുവദിച്ചു കൊടുക്കാനും യാതൊരു തരത്തിലുള്ള ഇതുമില്ലാതെ സെസ് അനുവദിച്ചു കൊടുക്കുന്നു. അതേസമയം ചൈനയിൽ കോസ്റ്റൽ വേസ്റ്റ് ലാൻഡിലാണ് സെസ്സുകൾ ഏതാണ്ട് മിക്കവാറും ഉയർന്നു വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ഒരുതരം എല്ലാ ടാക്സുകളിൽ നിന്നുള്ള ദീർഘകാല ഒഴിവുകാലമാണ് സെസ്സിന് വേണ്ടി ഇന്ത്യയിൽ മൊത്തത്തിലും. കേരളത്തിൽ അതിൽ ചില്ലറ നീക്കുപോകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിലും അങ്ങനെയാണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ സെസ്സിന് വേണ്ടി കേരളത്തിൽ 10ഓളം നിയമങ്ങൾ പ്രത്യേകമായി ഉണ്ടാക്കിയാൽ ഒരു സെസ്സുകാരും ഇവിടെ നിൽക്കില്ല, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും. അപ്പൊ ഇപ്പം ജനങ്ങളുടെ കണ്ണിൽ പടിയിടാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേക സെസ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റതുണ്ടാക്കിയിട്ടുണ്ട്, അതുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിന് സെസ് എന്നുള്ള വാക്കിന് അർത്ഥമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത വണ്ടിക്ക് മറ്റ് ദിക്കുകളിലേക്ക് സെസ്സുകാർ കയറിപ്പോകും. വാസ്തവത്തിൽ ഞങ്ങൾ സെസ്സിനെ പരമാവധി ജനകീയവൽക്കരിക്കുന്നു എന്നൊക്കെ നടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ്, ഈ ഭൂരഹിതരായ കർഷകർ, തൊഴിലാളികൾ, ചെറുകിട കർഷകർ, ഇവരുടെ ഒക്കെ അവകാശങ്ങൾ പിടിച്ച ഇവർക്ക് വേണ്ടിയാണ് സമരം ചെയ്ത് ഇവരാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടികളുടെ ഒരു നട്ടല് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ആരാണോ ഇവരെ വളർത്തിയത്, ആരാണോ ഇവരെ പിന്തുണക്കുന്നത്, അവരെ രണ്ടു കൂട്ടരെയും, ഭൂരഹിതരായ കർഷകരെയും ഈ തൊഴിലാളികളെയും നിരാലംബരാക്കുന്ന, അവരെ അഗണ്യകോടിയിൽ തള്ളുന്ന ഒരു നവലിബറൽ വികസന സങ്കല്പത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ മുഖ്യധാര മാർക്സിസ്റ്റ് പാർട്ടികൾ. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ കേരളത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥ, ഇപ്പം പാറക്കടവ് പി കെ പാറക്കടവും എന്റെ സുഹൃത്തായ സാഹിത്യകാരൻ പി കെ പാറക്കടവും ഷെയ്ഖ് മുഹമ്മദ് കാരക്കും ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലെ CPM-കാരല്ലാത്തവരോ, അല്ല CPM എന്ന പാർട്ടിയിലുള്ള അംഗത്വമില്ലാത്തവരോ അവരുടെ അനുഭാവികളോ അല്ലാത്ത ആൾക്കാർക്ക്, പ്രത്യേകിച്ചും സാംസ്കാരിക പ്രവർത്തകർക്ക്, കലാകാരന്മാർക്ക്, എഴുത്തുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അതിനീചമായ ഒരിടമായി ഈ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാമിർ സലാം മാധ്യമത്തിൽ എഴുതുന്ന ലേഖന പരമ്പരയിൽ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. അത് വളരെ ഞെട്ടലോടെ, വളരെ മനസാക്ഷി മരവിച്ചു പോകുന്ന തരത്തിൽ ആണ് ചെങ്ങറയിൽ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ്. ഞാൻ സാമിർ സലാമിനെ ഒരു 4-5 മണിക്കൂർ വിളിക്കുകയും ചെയ്തത്. എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ, ഇത്ര എഴുതിയതുപോലെ തന്നെ ആലങ്കാരികമാണോ കാര്യങ്ങളൊക്കെ എന്ന് കുറച്ച് എഴുത്തുകാർ കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പോയി. സാമിർ പറഞ്ഞത് കണ്ടതും കേട്ടതും ഒക്കെ പൂർണ്ണമായും എഴുതാൻ പറ്റിയിട്ടില്ല. ന്യൂയോക്തി, അതിശയോക്തിയല്ല, ന്യൂയോക്തി മാത്രമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാർക്സിസ്റ്റ് പാർട്ടികളുടെ അവരുടെ ഇപ്പോഴത്തെ നിഗൂഢ ദുരൂഹ പ്രത്യയശാസ്ത്രത്തിന് കൂട്ടുനിൽക്കാത്ത, അവരുടെ ഇംഗിതത്വത്തിന് തുള്ളാത്ത, ആർക്കും ജീവിക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ അത്രയും അതിനീചമായ ഒരു കാലം ആയി കേരളത്തിലെ ഇടമായി, സ്ഥലമായി കേരളത്തെ മാറ്റി തീർത്തുകൊണ്ടിരിക്കും. KS ഹരിഹരന് നേരെയുണ്ടായിരുന്ന 4-5 ദിവസം മുമ്പുണ്ടായിരുന്ന രാത്രി തല്ലായി പെയ്തിറങ്ങിയ രാത്തല്, അതിന് പുറമെ ചെങ്ങറയിൽ നടത്തുന്ന ഉപരോധം, അതും ഇതിന്റെ ഭാഗമായി കൂട്ടി വായിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും ഇത്രയും നിർലജ്ജമായ രീതിയിൽ പ്രതികരണശേഷിയില്ലാത്തവരായി മാറിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ
സാധാരണക്കാരല്ല, ഇവിടുത്തെ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ ബഹുഭൂരിഭാഗം വരുന്ന പ്രവർത്തകരാണ്. AK സെന്ററിന്റെ മേൽക്കൂരയിൽ നിന്ന് വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ ഉയരുന്നതെന്ന് മാത്രം നോക്കി ഏത് കാര്യത്തെപ്പറ്റിയും മാത്രം നോക്കിയേ വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ ഉയരുന്നതെന്ന് നോക്കി മാത്രമേ ഏത് കാര്യത്തെപ്പറ്റിയും രണ്ടക്ഷരം പറയുമെന്നുള്ള മട്ടിലായിരിക്കുന്നു ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരുടെ കാര്യം. ഇത്രയും അധപ്പതിച്ച, അതായത് പ്രതികരണശേഷി ഏറ്റവും പ്രകടിപ്പിക്കേണ്ട ഒരു വിഭാഗം ഏറ്റവും വന്ധ്യത പ്രദർശിപ്പിക്കുന്ന ഒരു കാലം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ സോളിഡാരിറ്റി ചെങ്ങറയിലേക്ക് നടത്തുന്ന വിഭവ സമാഹരണത്തിനും അതിജീവമെന്ന് പറയാവുന്ന ആ ഉപരോധ ലംഘനത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അതിന് സർവ്വവിധ പിന്തുണയും നാട്ടുകാർ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.